ഹായ് ഫ്രണ്ട്സ്, മനോഹരമായിട്ടുള്ള വീടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നിർമ്മിക്കുന്നത് ആരാണ്, എങ്ങനെയാണ്, അത് ഇങ്ങനെ ആയി വരുമോ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് വീട് പണിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനാണ്. നമുക്ക് വിശ്വസ്തരായ ഒരു ടീമിനെ നമ്മുടെ വീട് പണി മുഴുവനായിട്ട് എങ്ങനെ ഏൽപ്പിച്ചാലോ? വീട് പണിയുടെ A to Z കാര്യങ്ങൾ ചെയ്യുന്ന കലോപ്സിയ ഹോം സൊല്യൂഷൻ തൃശ്ശൂർ അവർ ചെയ്ത ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 2500 സ്ക്വയർ ഫീറ്റോട് കൂടി ഭംഗിയായിട്ട് 3 ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച ഈ ഒരു വീട് ഇന്ന് ഇത് തന്നെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. സാധാരണ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു വീടിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള ഫീൽ 25 സെൻറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഒരു കേരള ട്രഡീഷണൽ പ്ലസ് മോഡേൺ ഫ്യൂഷനിലാണ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് ഇതിൻ്റെ റൂഫുകളെല്ലാം വന്നിട്ടുള്ളത്. നമ്മുടെ കാലാവസ്ഥക്ക് എത്രത്തോളം അനുയോജ്യമാണ് ട്രോപ്പിക്കൽ എന്ന് നിങ്ങൾക്കറിയാം. മെയിൻ്റനൻസ് ഫ്രീ ആക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. വിശാലമായിട്ടുള്ള മുറ്റം നാച്ചുറൽ സ്റ്റോൺസും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഡിസൈനിൽ എക്സ്റ്റീരിയർ എലമെൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഫേസ് ഗേറ്റിൽ നിന്ന് നോക്കുമ്പോൾ എത്ര ഭംഗിയായിട്ട് നമുക്ക് ആ വീടിനെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് ഡിസൈനർ വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ എലമെൻറ്റും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ജാളികൾ കൊണ്ട് കളർഫുൾ ആക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ട് ആ ഒരു കളറിനെ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോ മെറ്റീരിയലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. ബിർള ഓപ്പസിൻ്റെ പെയിൻറ്റുകളാണ് ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന ഈ ഒരു ഭംഗിയുള്ള ഫീല് നമുക്ക് നൽകുന്നത്. വിൻഡോകളെല്ലാം ഒരേ കളർ കോമ്പിനേഷനിൽ വരുമ്പോൾ മേലെ വരുന്ന പോർഷൻ നമുക്ക് കാണാൻ പറ്റും ഒരു ട്രോപ്പിക്കൽ എലമെൻറ്റിനെ ടെക്സ്ചർ പെയിൻറ്റിൽ കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ഏരിയയിലേക്ക് വരുമ്പോൾ സെൻറ്ററിൽ നമുക്ക് ആ ജാളി ഡിസൈൻ സെയിം കാണാൻ പറ്റും. അതുപോലെ കാർ പോർച്ച് ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നു. ലൈറ്റുകളുടെയും ഗാർഡനുകളുടെയും പ്ലേസിങ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടുതൽ മെയിൻ്റനൻസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡിസൈനർ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ മാത്രമാണ് കൂടുതൽ ഗാർഡൻ ഏരിയ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഏരിയയിലെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈസി ക്ലീനബിൾ ആയിട്ടുള്ള ടൈലുകൾ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇതുപോലെ ഗാർഡനുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു ഏരിയ വൃത്തികേടായിട്ട് കിടക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ കറക്റ്റായിട്ട് ആ ഒരു ഏരിയനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയ മുറ്റത്തിൻ്റെ 2 സൈഡിലും ചെറിയ ഒരു ബഫല്ലോ ഗ്രാസ് ഏരിയ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെയുള്ളത് കലോപ്സിയ ഹോം സൊല്യൂഷൻ്റെ സുജേഷാണ്. നമസ്കാരം. ഈ ഒരു വീട് കാണാൻ വന്നപ്പോൾ പൂർണ്ണമായിട്ട് ഫുൾ ഫ്രീഡം തന്ന ഒരു വീട് എന്ന് പറയണം അല്ലേ? തീർച്ചയായിട്ടും. സാധാരണ മുമ്പൊക്കെ ഈ ഗൾഫുകാരൊക്കെ വീടുണ്ടാക്കാൻ ആരെ ഏൽപ്പിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ ആൾക്കാർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ. തീർച്ചയായിട്ടും. ഈ ഒരു വീടിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന്റെ A to Z വർക്ക് കലോപ്സിയാണോ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ഉള്ളിൽ 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇത് 3 BHK ആണ് ഈ വീട്. ഇത് നമുക്ക് ഈ വർക്ക് തന്നിട്ടുള്ളത് ക്ലയൻറ്റിൻ്റെ പേര് UAയിലുള്ള സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സജീഷ് സുരേന്ദ്രൻ ആൻഡ് ഹിസ് വൈഫ് നീതു സുധാകരൻ. ഈ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കലോപ്സിയ ഹോം സൊല്യൂഷൻ്റെ ഈ രീതിയിലുള്ള ഒരു ഭവനം നമുക്ക് അവർക്ക് പണിയാനായിട്ട് സാധിച്ചത്. അതെ, ഇതിന്റെ A to Z വർക്ക് A to Z പ്ലാൻ, വാസ്തു പ്ലാൻ തൊട്ട് നമ്മളിതിൻ്റെ ബിൽഡിംഗ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വരെയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ടേൺ കീ ബേസിസിൽ നമ്മൾ അവസാനിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീടിന്റെ വീട്ടുകാർ ഈ വീടിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് സർപ്രൈസ് ചെയ്ത് കണ്ടതെന്നാണോ? തീർച്ചയായിട്ടും. അതായത് ഇവര് ഗൾഫിലാണല്ലോ, ഒട്ടുമിക്ക ഗൾഫുകാരും ഈ വീട് നമുക്ക് പണിയാൻ തരുമ്പോൾ അവർ ടൈൽ എടുക്കുന്ന സെലക്ഷൻ ടൈമിൽ മാത്രമേ ഇവർ വന്ന് കാണാം. അവർക്ക് ലീവിന്റെ പരിമിതിയൊക്കെ ഉണ്ടാവുള്ളൂ. അതെ അതെ. അപ്പൊ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണത് കാണാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയില്ല എന്ന് വരും. അങ്ങനെ വരുന്ന സമയത്ത് A to Z നമ്മളെ ഏൽപ്പിച്ചിട്ട് ഇതിന്റെ എല്ലാ ഇന്റീരിയർ എല്ലാം കഴിഞ്ഞിട്ടാണ് കുറച്ച് ദിവസം 2 ദിവസം മുമ്പ് മാഡം വന്നിരുന്നു. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞ് അതിന്റെ സാറ് ഇവിടെ വരികയായി. അപ്പോൾ ഒരു ആളെപ്പോഴും പറയും, സുജേഷ് ഒരു ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഞങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അതുകൊണ്ട് വീഡിയോ കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ വരുമ്പോൾ മാഡത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സാറ് വിളിച്ചിരുന്നു അവിടെ നിന്ന്. സുജേഷ് എൻ്റെ ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളർ കോമ്പിനേഷൻസ്, ഇൻറ്റീരിയർ. അപ്പോൾ നമ്മുടെ ഒരു ദൈവഭാഗ്യമാണ് നമുക്ക് അതേപോലെ വർക്കുകൾ തരികയും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയും. വെറും 12 മാസം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ A to Z കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, ഗാർഡനിങ് A to Z വർക്കുകൾ നമ്മൾ
തീർത്ത് കൊടുത്തത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീട് ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഓക്കെ. സിറ്റ് ഔട്ടിലാണ് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാൻ പറ്റിയ പ്രധാനമായിട്ട് ഈ ഡോറിന്റെ ഡിസൈൻ തന്നെയാണ്. സാധാരണ ഹൊറിസോണ്ടൽ ഡിസൈൻ പ്ലസ് വെർട്ടിക്കൽ ഡിസൈൻ ആണ് ഈ ഒരു ഡോറിന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലേക്ക് ഈ ലോക്കുകളും അതിലേക്ക് ഹാൻഡിലും വ്യത്യസ്തമായിട്ട് തോന്നി. ഇതൊരു ഹാഫ് സർക്കിളും അതേപോലെ ഇതൊരു റെക്റ്റാങ്കിളും ആണ് ഡിസൈനർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിന് അകത്തേക്ക് അങ്ങ് കയറുകയാണ്. അടിപൊളിയായിട്ടുള്ള ലിവിങ്ങിലേക്കാണ് നേരെ എൻ്റർ ചെയ്യുന്നത്. നല്ലൊരു ഒലീവ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാൾപേപ്പർ ആണെങ്കിലും ഈ ഒരു പാനലിംഗ് ഐഡിയ ആണെങ്കിലും ഈ ഒരു സിറ്റിംഗ് ആണെങ്കിലും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയേണ്ടതേ ഉള്ളൂ. ഇതിലേക്ക് വേണ്ട കളർ കോമ്പിനേഷനും അപ്പുറം ഈ ഒരു സിറ്റിംഗ് മാക്സിമം ഒരു ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ യു ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളോളം നിലനിൽക്കണമെങ്കിൽ അതുപോലുള്ള മെറ്റീരിയലുകൾ കൊണ്ടാവണം ഫർണിച്ചറുകളെല്ലാം ചെയ്യേണ്ടത്. വീട്ടിനകത്തേക്കുള്ള കാഴ്ചകളിൽ നമുക്ക് പ്രധാനമായിട്ടും 6x4 ടൈലുകൾ കാണാൻ പറ്റും. ജോൺസന്റെ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്പേസർ കൊടുത്ത് അപ്പോക്സി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു പാർട്ടീഷനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ടുള്ള പാർട്ടീഷൻ. ഇതിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് എഡ്ജ് ബാൻഡ് ഉൾപ്പെടെ ഭംഗിയായിട്ട് ചെയ്തു. കളർ കോമ്പിനേഷൻ തേക്ക് വുഡിന്റെ സെയിം കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നിരിക്കുക വലിയൊരു ഹാൾ സ്പേസിനെ ഏറ്റവും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വിശാലമായ ഈ ഒരു ഹാളിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഗാദറിംഗ് നടത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. സെൻറ്ററിൽ നമുക്കൊരു ഡൈനിങ് സ്പേസ് കാണാം. അതിനോടനുബന്ധിച്ച് തന്നെ ഫാമിലി സിറ്റിംഗ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ TV ഏരിയ ആയിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. മൾട്ടിപർപ്പസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ വീട്ടിൽ എങ്ങനെയാണോ ഇൻറ്റീരിയറിൻ്റെ സ്പേസ് പ്ലാനിങ് സെറ്റ് ചെയ്യേണ്ടത് അത് പക്ക കറക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റ് വരുന്ന വാളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഡിസൈനർ നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ റോയൽ ടച്ചിൻ്റെ നല്ല പാറ്റേണോട് കൂടിയ മൈക്ക ഡിസൈൻസ് ആണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തതെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടോണുള്ള ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു TV യൂണിറ്റിനെ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു പിസ്ത കളറിൻ്റെ കൂടെ ഈ ഒരു വുഡൻ സ്കീം വന്നപ്പോൾ തന്നെയല്ലേ. ഇനി ഈ ഒരു സിറ്റിങ്ങിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാം, മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഡിസൈനുകൾ തേക്ക് വുഡിലാണ് ഇവിടെ പണിതിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഡൈനിങ് സ്പേസിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ വരുന്ന ബേ വിൻഡോയുടെ കാര്യമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ഗാദറിംഗ് ഒക്കെ നടത്തണമെങ്കിൽ അത്യാവശ്യം സ്പേസ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ബേ വിൻഡോകളൊക്കെ വേണ്ടി വരും. പിന്നെ ഇതേ ഒരു ഹാളിൽ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയേണ്ടത് ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഉണ്ട്. അതുപോലെ തന്നെ ഹാളിൽ നിന്ന് കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി പൂജാ ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നുമുണ്ട്. നമുക്ക് നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ പൂജാ ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഡിസൈനർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം സീലിംഗിലെ ഡിസൈനാണ്. COB ലൈറ്റുകൾ, സിലിണ്ടറി ലൈറ്റുകൾ, ലീനിയർ ലൈറ്റുകൾ ഇതെല്ലാം കൊണ്ട് ഈ ഒരു ഹാള് വളരെ ഭംഗിയായിട്ടുണ്ട്. സാധാരണ രീതിയിൽ കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിൽ ലൈറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഹാളിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് കിച്ചണിലേക്കാണ്. നമുക്ക് സീലിങ്ങിലൊക്കെ ജിപ്സം സീലിംഗ് വളരെ സിമ്പിളായിട്ട് ചെയ്ത് അതിനിടക്ക് കാണാൻ പറ്റുള്ളൂ. കിച്ചണിലേക്ക് നേരെ എൻ്റർ ചെയ്യുമ്പോൾ ടൈലുകൾ മാറ്റ് ഫിനിഷിലേക്ക് വന്നു. അതുപോലെ തന്നെ ഒരു പിസ്ത കളർ ടോണിലാണ് ഇതിൻ്റെ ക്യാബിനറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഹാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തു. അതുപോലെ 304 സിങ്കുകൾ കൊടുത്തു. ഈ ഭാഗത്തേക്ക് പ്യുർ ഫ്ലെയിമിൻ്റെ ഗ്ലാസോട് കൂടിയ ഹുബ് ആൻഡ് ഹുഡുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മൊറോക്കൻ ടൈൽസിൻ്റെ പാറ്റേണുകളാണ്. ഈ ഒരു ഡിസൈൻ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മൊറോക്കൻ ടൈൽസിന് അത് എങ്ങനെ എവിടെയൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ക്യാബിനറ്റ്സ് എല്ലാം വുഡൻ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് കൂടുതലായിട്ടുള്ള റഫായിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുക. ഇവിടെയും വോളിനെ മാക്സിമം ഹൈജീൻ ആക്കുന്നതിന് വേണ്ടി ടൈലുകൾ യൂസ് ചെയ്തു, മൊറോക്കനിൽ തന്നെ. ഇനി ഒരു കിച്ചണിൽ എന്തെല്ലാം വേണോ എല്ലാ ആക്സസറീസും ഈ ഒരു സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. ലോങ് ലാസ്റ്റിക് നിൽക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഒരു ബെഡ്റൂം ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്യണ്ടേ, അങ്ങനെ ചെയ്തൊരു ബെഡ്റൂം എന്ന് വേണം ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ആക്സസറീസും വുഡൻ ഷെയ്ഡിൽ അല്ലെങ്കിൽ നല്ല നാച്ചുറൽ തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബെഡ് കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡ് ടേബിൾസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ ലോങ് ആയിട്ട് നമുക്കൊരു സിറ്റിംഗ് ആയിട്ടും ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡ്രോബ്സിലേക്ക് വരികയാണെങ്കിൽ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലാമിനേറ്റ്സിൽ ചെയ്തു. ഈ ഒരു ഭാഗത്ത് ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈജീനായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഷെൽഫുകൾ, അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലിൻ്റെ
ഫിനിഷുകളും ഇതിലേക്ക് കളർ കോമ്പിനേഷൻ കൂടെ നോക്കുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആകുന്നത്, അതുപോലെ ഫ്ലോറിങ്ങിൽ നല്ല ഗ്ലോസി ടൈലുകൾ, ഇതെല്ലാം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് എങ്ങനെ കിട്ടും? നമുക്കറിയാം ഇതുപോലുള്ള കട്ടിലിൻ്റെ താഴൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ. അതുപോലെ ഇതുപോലുള്ള വുഡിന് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കില്ല എന്നുള്ളതും ഒരു കാര്യം തന്നെ. അതുപോലെ കേർട്ടൻസ് ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റോളർ കേർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഈ ഒരു പാസേജ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഡ്രസ്സിങ് ഏരിയ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു ഡോറ്, നമുക്ക് പലപ്പോഴും യൂസ്ഡ് ക്ലോത്ത്സ് വെക്കാനുള്ള ഒരു സ്പേസ് കാണാറില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കൂടെ ഇവിടെ ഇതാ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഷെൽഫ് ഉണ്ട്. ഇനി ടോയ്ലറ്റിന്റെ കാര്യം അതും എടുത്തു പറയണം. എന്താല്ലേ കളർ കോമ്പിനേഷൻ, ടോയ്ലറ്റിലും ഇത്ര കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഇങ്ങനെ വളരുന്ന ഈ ഒരു കാലത്ത് ഇതുപോലുള്ള പുതിയ ടൈലുകളൊക്കെ ഇറങ്ങുമ്പോൾ അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് ഡിസൈനർ പറയും. അതാണ് ഈ ഒരു ടോയ്ലറ്റ്. എന്താല്ലേ കളർ കോമ്പിനേഷൻ, നല്ല ആക്സസറീസ് തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഭംഗിയുള്ള ബെഡ്റൂം ആകുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം ഭംഗിയിൽ തന്നെ വരണം. ഈ കളർ കോമ്പിനേഷൻ കണ്ടില്ലേ, സാധാരണ വൈറ്റ് കളർ വോളിന് പകരം ഒരു ഐവറി ടച്ച് വരുന്ന രീതിയിലുള്ള പെയിന്റ് കളർ കോമ്പിനേഷൻ ആണ് ഈ വീടിൻ്റെ മൊത്തം ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബെഡ് കോട്ടിന് വുഡൻ ആണെങ്കിൽ കൂടെ ഒന്നും കൂടെ ഒരു ഇന്റീരിയർ ലെവലിലേക്ക് അല്ലെങ്കിൽ മോഡേൺ ടച്ചിലേക്ക് വരുന്ന രീതിയിലെ ഹെഡ് ബോർഡ്, അതേ ഒരു പാറ്റേൺ നമുക്ക് ഇതാ ഇവിടെയും കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വലിയ വാർഡ്രോബ് ഏരിയ കൊടുത്തിട്ടുള്ളത്. 3 ഡോർ വാർഡ്രോബ് ആണെങ്കിൽ കൂടി അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന രീതിയിൽ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തു. ഇതാ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുമുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല ആംബിയൻസ് ഉള്ള ലൈറ്റുകൾ അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെയാണ് ഈ സ്റ്റെയർ ഏരിയയിൽ. സിമ്പിളായി ഡിസൈൻ ചെയ്ത സ്റ്റെയർ ഏരിയ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് പറയേണ്ടത് ഈ കാണുന്ന ഊഞ്ഞാൽ തന്നെയാണ്. നമുക്ക് ഒരു ഫാമിലിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാദർ ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തുള്ള കാഴ്ചകൾ കണ്ടിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇതേ നോക്കിയാൽ നേരെ നോക്കിയാൽ അതിന് മുറ്റവും വിശാലമായിട്ടുള്ള ഏരിയകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു വിൻഡോ സ്റ്റൈലിലെ സിറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാമിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഇടമായി മാറി. എക്സ്ട്രാ വരുന്ന ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു യൂണിറ്റുകൾ കൊടുത്തു. മൊബൈൽ ചാർജറിങ്ങിനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനോ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ ഹാളിലുള്ള ഫാമിലി ഏരിയയിലേക്കുള്ള വ്യൂ ഇവിടുന്ന് കിട്ടും, ലിവിങ്ങിലേക്കുള്ള വ്യൂ കിട്ടും. പിന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈറ്റിനെ കുറിച്ചല്ലേ. സാധാരണ രീതിയിൽ ഒരു ഷാൻഡിലിയർ അല്ല, ഒരു ലീഫ് ഡിസൈൻ ആണ്. ഇത് തെരഞ്ഞു പിടിച്ച് കണ്ണൂരിൽ പോയിട്ടാണ് ഇതിൻ്റെ എഞ്ചിനീയർ വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ളത് എന്നാണ് ഹൈലൈറ്റ്. ഇതുപോലെ എലമെൻ്റ് ഒക്കെ അപ് ടു സീലിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ തുറന്ന് ബെഡ്റൂമിലേക്ക് വരാം. സിമ്പിൾ ബെഡ്റൂം, പക്ഷേ ഒരു നേരത്തെ പറഞ്ഞ പോലെ ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള തേക്ക് വുഡിൽ തന്നെയാണ് ഫേർണിച്ചേഴ്സ് ചെയ്തിരിക്കുന്നത്. വീട്ടുകാരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ, സിമ്പിൾ ഡിസൈൻ. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ സെയിം കളർ കോമ്പിനേഷനിൽ 3 ബെഡ്റൂമിലും ഒരേ രീതിയിലുള്ള പാറ്റേണുകളാണ് ഷെൽഫുകൾക്ക് അല്ലെങ്കിൽ വാർഡ്രോബ്സിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയ ഈ സൈഡിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ബാത്റൂം, കോമൺ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണോട് കൂടിയ ടൈലുകളുടെ സെലക്ഷൻ അത് വേറെ തന്നെയാണ്. ഇതുപോലെ ഒരു വീട് ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അല്ലേ. സാധാരണ വീട് പണിയണം എന്ന് പറയുന്ന പോലെ ഒരു ക്ലയന്റിന് അല്ല കിട്ടിയത്. എല്ലാം നീറ്റ് ആയിരിക്കണം, ഹൈജീൻ ആയിരിക്കണം, വർഷങ്ങളോളം നിലനിൽക്കണം അല്ലേ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ ഒരു വീട്ടിൽ. ഇവിടെ കോർട്ട്യാർഡൊന്നും കാണാനില്ലല്ലോ. ഇവിടെ കോർട്ട്യാർഡ് ആദ്യം എല്ലാ ക്ലയൻസും പറയാ കോർട്ട്യാർഡ് വേണം, കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് വേണമെന്ന് പറയാം. പക്ഷെ ഇവർ ഫസ്റ്റ് കൺസേൺ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 മാസം വന്ന് താമസിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പൂട്ടിയിട്ട് പോകുന്ന വീടാണ് സുജേഷ്. മെയിൻ്റെനൻസ് ഫ്രീ ആയിരിക്കണം വീടെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് കാരണം നമ്മൾ ഈ കോർട്ട്യാർഡ് അതേപോലെ തന്നെ സ്പേസ് ഒരുപാട് ലോസ് ആയി പോകുന്ന ഡിസൈൻസ് ഇവർക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഒഴിവാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സ്പേസ് അവർക്ക് മാക്സിമം അതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പൊടി പിടിച്ച് കിടക്കില്ല, മാറാല പിടിച്ച് കിടക്കില്ല, ക്ലീൻ ആക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ നോക്കിയിട്ട് വേണം ശരിക്കും ഒരു വീടിൻ്റെ ഉള്ളിലത്തെ സ്പേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ക്ലയൻസിന് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് സാധിച്ചു. ഓക്കെ. ഇതിനകത്തുള്ള ഓരോ മെറ്റീരിയലും അത് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതിനകത്ത് വന്നിരിക്കുന്ന പ്ലൈ ആണെങ്കിലും എത്ര വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ? ഇതിന് ലൈഫ് ലോങ് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്ലൈവുഡ്സുകളൊക്കെ പ്ലൈവുഡ് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ കാലിബ്രേഷൻ ഉണ്ടായിരിക്കണം ബോത്ത് സൈഡ്. അത് 710 ഗ്രേഡ് നല്ല മറൈൻ കോറിലിരിക്കുന്ന പ്ലൈവുഡ് ആയിരിക്കണം. നമുക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടി ടൈം പ്ലൈവുഡ് ആയിരിക്കണം. അത് പ്രകാരം തന്നെ മൾട്ടിവുഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും
ഹൈ ഡെൻസിറ്റി ഉള്ള ഓപ്ഷൻ. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അതായത് മൾട്ടിവുഡിൽ സ്ക്രൂ പിടിക്കാത്ത കുറച്ച് കംപ്ലൈൻസുകളുണ്ട്. പ്ലൈവുഡിലാണെങ്കിൽ വെള്ളം നനയുന്ന സ്ഥലത്ത് അത് ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതൊക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളം നനയുന്ന ഭാഗത്ത് എപ്പോഴും മൾട്ടിവുഡും അല്ലാത്ത സ്ക്രൂ ഇൻസ്റ്റെബിലിറ്റി വേണ്ട സ്ഥലത്ത് നമ്മൾ പ്ലൈവുഡും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് ഉപയോഗിക്കുമ്പോൾ സാധാരണ കാർപ്പൻട്രിക്ക് കൊടുത്താൽ പോരാ. നല്ല എഞ്ചിനീയേഴ്സ് നല്ല സൂപ്പർവിഷനിൽ നോക്കി തന്നെ ചെയ്താൽ മാത്രമേ അത് ലൈഫ് ലോങ് നിൽക്കുള്ളൂ.